വോട്ടർ പട്ടിക എന്ന് പറയും. വോട്ടർ പട്ടികയിൽ എന്ത് നടത്തുമെന്നാണ് പറയുന്നത്? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനിലൊരു മമ്മൂട്ടിയുണ്ട്. പാകിസ്ഥാനിൽ ഇങ്ങനെ മുസ്ലിം സഹോദരങ്ങൾക്ക് സിനിമയും വ്യവസായ രംഗത്ത് വളരാനുള്ള സാഹചര്യമുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യവസായ രംഗത്തും അതുപോലെ ഭൂമിയുടെ കാര്യത്തിലും ഏത് മേഖലകളിലും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വളരാനുള്ള സാഹചര്യമുണ്ട്. മോദിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാല്യൂ എല്ലാ 10-14 മുസ്ലിം രാഷ്ട്രങ്ങൾ അവിടുത്തെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി മോദിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ ഗുജറാത്തിലൊക്കെ പോയിട്ടുള്ളതാണ്. അവിടെ ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ, വൽസാഡിൽ എന്നൊരു പട്ടണത്തിൽ ചെന്നപ്പോൾ ചുറ്റുപാട് ഞാൻ ചോദിച്ചു, ഇത് ആരെ ഭൂമിയാന്ന് ചോദിച്ചു. നഗരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലങ്ങൾ പട്ടികജാതിക്കാരുടെ ആൾക്കാർ. ഇപ്പൊ എന്നെ വിളിച്ച് ഇപ്പൊ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയും. എത്രയോ കാലം കൊണ്ട് ഇതൊക്കെ എനിക്ക് പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ രാജ്യത്ത് 26 മനുഷ്യരെ ജീവനെ അമ്മമാരെ മുമ്പിൽ വെച്ച്, മക്കളെ മുമ്പിൽ വെച്ച്, ഭർത്താവിന്റെ മുമ്പിൽ വെച്ച്, മതം ചോദിച്ച് വെടിവെച്ച് കൊന്നിട്ട്. നമസ്കാരം. ഈ BJP ഒരു പിന്നോക്ക വിഭാഗങ്ങളെ അല്ലെങ്കിൽ അവർക്കെതിരെ അല്ലെങ്കിൽ പിന്നോക്ക വിരുദ്ധ പാർട്ടിയാണോ? കാരണം അത്തരത്തിലൊരു പ്രചാരണം കേരളത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഇടതുപക്ഷത്തിൽ നിന്ന് BJPയിലേക്ക് എത്തിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒരു കാലഘട്ടത്തിൽ ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, ആ സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് നിരന്തരമായ BJP പിന്നോക്കക്കാർക്കും മതന്യൂനപക്ഷങ്ങൾക്കും എതിരാണെന്നുള്ള പ്രചരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഒരു ആയുധം അതാണ്. വസ്തുതയായി പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ BJP പിന്നോക്ക ജനവിഭാഗങ്ങളുടെ രക്ഷയ്ക്കാണ് നിന്നിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നു. അതിനു മുമ്പുണ്ടായ പ്രചരണം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികൾ പുറത്തു പോകേണ്ടി വരും, ബൈബിൾ എടുക്കാൻ കഴിയില്ല, മുസ്ലിങ്ങളെല്ലാം പുറത്തു പോകേണ്ടി വരും. പക്ഷെ 2014 മുതൽ 2011 വർഷക്കാലം ഇന്ത്യയിൽ BJP ഭരിച്ചിട്ട് എത്ര ക്രിസ്ത്യാനിയൊക്കെ പുറത്ത് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു, എത്ര മുസ്ലിങ്ങൾക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാർ MLA-മാരായിട്ടുള്ളത്, MP-മാരായിട്ടുള്ളത്, മന്ത്രിമാരായിട്ടുള്ളത് BJP ടിക്കറ്റിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രപതി ഒരു മുസൽമാൻ രാഷ്ട്രപതിയാകുന്ന ഒരു സാഹചര്യമല്ലേ BJP ഉണ്ടാക്കിയത്? ഏറ്റവും പ്രശസ്തനായ അബ്ദുൽ കലാം. അതുപോലെ തന്നെ ഇന്നത്തെ ദ്രൗപദി മുർമു രാഷ്ട്രപതിയായത് ആര് നിമിത്തം? അതുപോലെ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായത് ആര് നിമിത്തം? അങ്ങനെ BJPയുടെ ഞാൻ ചോദിച്ച അയ്യങ്കാളിയുടെയും അംബേദ്കറുടെയും ഈ രാജ്യത്ത് കോൺഗ്രസ് വിസ്മരിച്ചിരുന്നു. ഇന്ന് അയ്യങ്കാളിക്കും അംബേദ്കർക്കും എല്ലാം ആവശ്യമായ സ്മരണകൾ നിലനിർത്തുന്നതും ഓർമ്മിക്കുന്നതും അവർക്ക് ആവശ്യമായ പരിഗണന കൊടുക്കുന്നതും ഇന്ന് BJPയാണ്. പിന്നെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ എതിരാണെന്ന് പ്രചരിപ്പിക്കുന്നത് ഈ പാവപ്പെട്ട മുസ്ലിങ്ങളിൽ നിരന്തരമായ BJP വിരോധം നിലനിർത്താൻ ക്രിസ്ത്യാനികളുടെ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ 2025 വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ എത്ര ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്നും പെട്ട എത്ര പേർ BJPയിൽ ചേർന്നു എന്ന് പറയുന്ന വലിയൊരു ചോദ്യം. അല്ല, BJPയിലേക്ക് ധാരാളം ആളുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വേണ്ടത് പ്രതീക്ഷിക്കുന്നവർ വരുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വിളിച്ച് BJP അവരുടെ ശത്രു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എത്ര BJP വന്ന ശേഷം നമ്മുടെ രാജ്യത്ത് ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എന്തെല്ലാം അവസരങ്ങളുണ്ടായി. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. കേരളത്തിലായാൽ പോലും എത്ര ലക്ഷം മുസ്ലിങ്ങളെ അക്കൗണ്ടിലേക്ക് 2000 രൂപ വെച്ച് 6000 രൂപ വെച്ച് എത്തി. എത്ര ലക്ഷം പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് മുദ്രാ വായ്പ പ്രകാരം ലോൺ കിട്ടി. നരേന്ദ്രമോദിയുടെ പദ്ധതി കൊണ്ട് എത്ര ലക്ഷം കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഇന്ന് വരെ സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൽ ഇത്രയും ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ അവരുടെ വീടുകളിൽ ആരും എത്തിയിട്ടില്ല. മുൻകാലങ്ങളിലെല്ലാം വിവിധ പദ്ധതികൾ. ഇന്ന് നരേന്ദ്രമോദി നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളിലും മതവിവേചനമില്ല, ജാതി വിവേചനമില്ല. കേരളത്തിൽ ഒരു പദ്ധതിയുണ്ട്. ഒരു സ്ത്രീ വിധവയായാൽ അവർക്ക് വീട് വയ്ക്കാൻ 2 ലക്ഷം കൊടുക്കും. പക്ഷേ
ഹിന്ദുക്കൾക്ക് എന്ന് പ്രത്യേകിച്ച് ഒരു പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷന്റെ പേരിൽ അവർക്ക് അർഹതപ്പെട്ടത് നൽകുകയും മാത്രമല്ല, അവർക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ആരാ നടത്തുന്നത്? ഇന്ത്യ രാജ്യത്ത് ഞാൻ ഇത് സിനിമാ മേഖലയിൽ ഷാരൂഖ് ഖാനും അതുപോലെ തന്നെ മമ്മൂട്ടിയും ഇങ്ങനെ തുടങ്ങി എത്ര വലിയ കോടാനു കോടി രൂപ സ്വത്ത് സമ്പാദിച്ചുകൊണ്ട് അവസരം ഉണ്ടാകുന്നില്ലേ? എത്ര വ്യവസായികൾ, ഇപ്പൊ യൂസഫ് അലിയെ പോലുള്ള എത്ര വ്യവസായികൾക്ക് ഇന്ന് പാകിസ്ഥാനിൽ ഒരു ഷാരൂഖ് ഖാൻ ഉണ്ടോ? പാകിസ്ഥാനിൽ ഒരു മമ്മൂട്ടി ഉണ്ടോ? പാകിസ്ഥാനിൽ ഇങ്ങനെ മുസ്ലിം സഹോദരങ്ങൾക്ക് സിനിമ വ്യവസായ രംഗത്ത് വളരാനുള്ള സാഹചര്യമുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യവസായ രംഗത്തും അതുപോലെ ഭൂമിയുടെ കാര്യത്തിലും ഏത് മേഖലകളിലും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വളരാനുള്ള സാഹചര്യമുണ്ട്. ഇത്രയും ഞാൻ ചോട്ടെ, ഒന്ന് നമ്മൾ വസ്തുവിന്റെ കണക്കെടുത്താൽ വസ്തു വാങ്ങിക്കൂട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഞാൻ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രവർത്തകന് അദ്ദേഹത്തിന്റെ 2000 കണക്കിന് ചെറുവള്ളി എസ്റ്റേറ്റ് കണ്ടില്ലേ? ഈ കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വത്ത് സമ്പാദിക്കാനും വ്യവസായം നടത്താനും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ലോകത്ത് എവിടത്തേക്കാൾ ഏത് സ്ഥലത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷം കിട്ടുന്ന സൗകര്യം കിട്ടുന്ന ഇവിടെയാണ്. പട്ടികജാതിക്കാരെ കുറിച്ച് ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട്. ഞാൻ ഗുജറാത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അവിടെ ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ, വൽസാഡിൽ എന്നൊരു പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ ആ ചുറ്റുപാട് ഞാൻ ചോദിച്ചു, ഇത് ആരെ ഭൂമിയാന്ന് ചോദിച്ചു. നഗരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലങ്ങൾ പട്ടികജാതിക്കാരുടെ പേരിൽ അവർക്കാണ്. കേരളത്തിൽ ഒരു സെന്റ് ഭൂമി തിരുവനന്തപുരം നഗരത്തിലോ കൊച്ചി നഗരത്തിലോ പട്ടികജാതിക്കാർക്കുണ്ടോ? ഏക്കർ കണക്കിന് ഭൂമി പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാരുടെ പേരിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ ജഗജികൻ റാം പട്ടികജാതി നേതാവായിരുന്നല്ലോ. എത്രമാത്രം കോടി ഏക്കർ ഭൂമിയുടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ പാവങ്ങളെ, കേരളത്തിലെ സാധാരണക്കാരുടെ ഇങ്ങനെ പ്രചരിപ്പിച്ചു വിടുകയാണ്. ഈ BJP പട്ടികജാതി വിരോധമുള്ള പാർട്ടിയാണ്, മുസ്ലിം ക്രിസ്ത്യാനിക്കെതിരാണ്. അല്ല, BJP യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാർക്ക് ആവശ്യമായ മുന്തിയ പരിഗണനയാണ്. പാർട്ടിയുടെ ഭാരവാഹി പട്ടികയിൽ നിർബന്ധമായി ബൂത്ത് കമ്മിറ്റി മുതൽ മോൾ തലം വരെ പട്ടികജാതിക്കാർക്ക് നിർബന്ധമായ പരിഗണന കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചരിപ്പിക്കുന്നു BJPയുടെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള പട്ടികജാതി വിഭാഗത്തിന്റെ ഒരു 100-ൽ1 അംശം പട്ടികജാതിക്കാര് CPMന്റെ പോളിറ്റ് ബ്യൂറോയിലുണ്ടോ? ഒരു ഘടകത്തിലില്ല. പക്ഷെ എന്താ ആ വിഭാഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു? അതാണ് സത്യം. ശരിക്കും സത്യത്തെ എന്താ പറയാ, കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് മുന്നിലേക്ക് വയ്ക്കുന്നത് പോലെ തന്നെയാണ് എന്നുള്ളതാണ്. അല്ല, അത് ഈ പ്രചരണം ഒരു ഘടകമാണ്. നിരന്തരമായ പ്രചരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലിയുടെ ഒരു നല്ല പ്രചരണം കൊടുക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് പാവങ്ങൾ വിശ്വസിച്ചു പോകുന്നു. മറിച്ചൊരു പ്രചരണ സംവിധാനം ഇല്ലല്ലോ. ഇപ്പൊ എന്നെ വിളിച്ച് ഇപ്പൊ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നു. എത്രയോ കാലം കൊണ്ട് ഇതൊക്കെ എനിക്ക് പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അപ്പൊ അതുപോലെ ഇതെല്ലാം വസ്തുതകളായി ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഈ BJP കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറും. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്നത്തെ കാലം എടുത്തു നോക്കുമ്പോൾ ഇപ്പൊ മോദി സർക്കാരിനെതിരെ നമുക്കറിയാം, മോദിജിക്കെതിരാണെങ്കിലും സർക്കാരിനെതിരെ ആണെങ്കിലും ഒരുപാട് രീതിയിലുള്ള മാധ്യമ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് സജീവമായിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷവും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ, നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് ആയിരിക്കണം, പക്ഷെ നുണക്കഥകളാണ് അവരതിനൊരു ആയുധമായി ഉപയോഗിക്കുന്നത്. എത്രത്തോളമാണ് അത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലാണ് അവരതിനെ ഉപയോഗിക്കുന്നത്? അല്ല, മോദി സർക്കാർ 2014 അധികാരത്തിൽ വരുന്നപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം കഴിഞ്ഞു. ഈ BJPക്ക് സ്ഥിരമായ ഒരു നല്ല സൽഭരണം കാഴ്ചവെക്കാൻ കഴിയില്ല. ഈ BJP തമ്മിലടിച്ചങ്ങ് പിരിഞ്ഞു പോകും. 2014 വലിയ മാറ്റം മോദി സർക്കാർ കൂടെ വരുത്തി. അത് കഴിഞ്ഞ് 2014 കഴിഞ്ഞ് അടുത്തിൻ്റെ ഒരു ഭരണം അവർക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചു. വീണ്ടും മോദി അധികാരത്തിൽ വന്നു. മൂന്നാമത് മോദി അധികാരത്തിൽ വന്നു. അന്ന് വരെ BJPക്കെതിരായും മോദി സർക്കാരിനെതിരായും നടത്തിയ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ പുച്ഛിച്ചു തള്ളി. അപ്പോഴാണ് ഈ BJPക്ക് എങ്ങനെ മോദി സർക്കാരിനും BJPക്ക് തകർക്കാമെന്ന് സംബന്ധിച്ച് ചിന്ത. അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ, ശിഥിലമായി കഴിഞ്ഞ പ്രതിപക്ഷങ്ങൾ ഒരു കാര്യത്തിൽ എപ്പോഴും യോജിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ രാജ്യ നന്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മോദി ആലോചിക്കുമ്പോൾ അവരൊറ്റക്കെട്ടാവും, എതിർക്കാൻ വേണ്ടി ഒറ്റക്കെട്ടാവും. അതിൻ്റെ ഏറ്റവും അവസാനമായി നിങ്ങൾക്കറിയാം, രാജ്യത്ത് ലോകത്ത് മോദി സർക്കാർ വരുത്തിയ മാറ്റം, ലോകത്ത് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പരിഗണന ഇല്ലായിരുന്നു.
ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും ഒക്കെ പോയാൽ, മറ്റു രാജ്യങ്ങളിൽ പോയാൽ ഒരു സാധാരണ സന്ദർശനം പോലും മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ഈ മോദി പോകുമ്പോൾ ലോകം ഇളകി മറിയുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയിലെ സ്റ്റേഡിയങ്ങളിൽ 10,000-ങ്ങൾ കൂടുകയാണ്. ഭാരതീയരുൾപ്പെടെയുള്ള ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ആവേശം കൊള്ളുകയാണ്. മോദിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാല്യൂ എല്ലാ 10-14 മുസ്ലിം രാഷ്ട്രങ്ങൾ അവിടുത്തെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി മോദിക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ മോദി ലോകത്തുള്ള ഇന്ത്യക്കാർ അഭിമാനം കൊള്ളുകയാണ്. ലോക രാജ്യങ്ങൾ മോദിയെ ഒരു ഗുരുനാഥ സ്ഥാനത്തേക്ക് കാണുന്നുണ്ട്. ഇന്ത്യയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇന്ത്യ സകല മേഖലകളിലും പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. ഉൽപാദന മേഖലത്ത്, കാർഷിക മേഖലയിൽ, കൽക്കരി മേഖലയിൽ, അതുപോലെ ആയുധ നിർമ്മാണ മേഖലയിൽ, അതുപോലെ കയറ്റുമതിയുടെ കാര്യത്തിൽ, ഏറ്റവും അവസാനമായി സാമ്പത്തിക ശക്തി എന്നുള്ള കാര്യത്തിൽ ബ്രിട്ടനെ, ഇന്ത്യ നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ച ബ്രിട്ടനെ തള്ളിക്കൊണ്ട് ഇന്ത്യ ലോകത്തെ സാമ്പത്തിക ശക്തിയായി മാറി. ഈ പോക്ക് പോയാൽ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്കറിയാം ഇത് തങ്ങളുടെ അവസാന മരണമണി മുഴങ്ങിയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? അതിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ പറ്റുമോ? പാകിസ്ഥാനെ? അതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ എന്തിനാണ് അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? പാകിസ്ഥാനിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എന്തിനാണ്? പാകിസ്ഥാനെ ന്യായീകരിക്കുന്നത് എന്തിനാണ്? ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച് വിമാനങ്ങൾ വെടിവെച്ചിടുമ്പോൾ എന്തിനാണ് കണക്ക് ചോദിക്കുന്നത്? കാരണം ഒരു യുദ്ധ നടക്കുമ്പോൾ, ഒരു യുദ്ധത്തെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് 26 മനുഷ്യരെ ജീവനെ അമ്മമാരെ മുമ്പിൽ വെച്ച്, മക്കളെ മുമ്പിൽ വെച്ച്, ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് മതം ചോദിച്ച് വെടിവെച്ച് കൊന്നിട്ട് അതിന് എതിരായി ഇന്ത്യ ഗവൺമെന്റ് ഒരു ശക്തമായ ആക്ഷൻ എടുത്തപ്പോൾ അവിടെ എത്ര പേര് മരിച്ചു, എത്ര വെടിയുണ്ട ഉണ്ടായിരുന്നു, എത്ര വിമാനം നമുക്ക് നമ്മളെ നഷ്ടങ്ങൾ അറിയാനാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ആഗ്രഹം. എപ്പോഴും ഇന്ത്യ ഈ മരുമകളുടെ താലി അറിയണമെന്ന് ചിന്തിക്കുന്ന ഈ അമ്മാവി അമ്മയെ പോലെ ഈ നരേന്ദ്രമോദി ഭാരതം തോറ്റ് കാണണം, ഭാരതം നശിച്ചു കാണണം, ഭാരതത്തിന്റെ ഒരു അഭിമാനങ്ങളും ആഘോഷിക്കാൻ അവർ തയ്യാറല്ല. ചന്ദ്രയാനിൽ പോയപ്പോഴും നമ്മുടെ ശുഭാംശു ശുക്ല പോയപ്പോഴും, അതുപോലെ നമ്മൾ INS വിക്രം വികസിച്ചെടുത്തപ്പോഴും ഒന്നും തന്നെ നല്ല വാക്ക് പറയാൻ അവർ തയ്യാറല്ല. ഏറ്റവും അവസാനമായി ഈ ലോകത്ത് ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരത്തിൽ ഇവർ അസൂയാലുക്കളാണ്. ഇവർ വിരളി പിടിക്കുകയാണ്. കാരണം ഇങ്ങനെ പോയാൽ നമ്മളെ ഭാവി എന്ത് ആലോചിച്ച് നോക്കൂ. ലോകത്ത് എവിടെയെങ്കിലും ഒരു അഴിമതി നടത്തുന്ന ഭരണാധികാരിയെ ജയിലിലടയ്ക്കാനുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം എല്ലാം യോജിച്ചില്ല. കാരണം ജയിലിൽ പോയി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ നാളെ കരുണാനിധി ജയിലിൽ പോകാൻ കാത്തിരിക്കുകയാണ്. സ്റ്റാലിൻ അവിടെ അഴിമതി, അവിടുത്തെ 2 മന്ത്രിമാർ ജയിലിൽ പോയി. ലാലു പ്രസാദ് ജയിലിൽ പോയ ആളാണ്, കെജ്രിവാൾ ജയിലിൽ പോയ ആളാണ്. നിരവധി പ്രതിപക്ഷ നേതാക്കളെല്ലാം അഴിമതി നടത്തി ജയിലിൽ പോയി പരിശീലന സ്ഥിതി അവർക്കറിയാം, ജയിലിൽ പോയുള്ള സ്ഥിതി. ഈ നിയമം കൂടെ ആയിക്കഴിഞ്ഞാൽ ഇനി ആരൊക്കെ ജയിലിൽ പോകുമെന്ന് സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് നല്ല ധാരണയുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് കോടി രൂപയുടെ. അതിൽ ആരൊക്കെ? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി കുടുംബം എല്ലാം പ്രതിയാണ്. ഈ പോക്ക് പോയാൽ ഈ പ്രതിപക്ഷത്തിന്റെ യോഗം ജയിലിൽ വെച്ച് കൂടേണ്ടി വരും. പ്രതിപക്ഷ നേതൃത്വ യോഗം ജയിലിൽ കൂടേണ്ടി വരും. കാരണം അത്ര അഴിമതിയാണ്. ഞാൻ ചോട്ടെ, ഒന്നുകിൽ ഇവർ ഈ പ്രതിപക്ഷത്തിന് പറയാമല്ലോ, ഈ ബില്ലിൽ ഇന്ന വ്യവസ്ഥകൾ ഞങ്ങൾ എതിർക്കും. തീർച്ചയായിട്ടും ഇതങ്ങനെയല്ല, ബില്ലിനെ എതിർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ബഹളത്തിനിടയിൽ മറ്റൊരു ബില്ല് പാസ്സായി, ഓൺലൈൻ ചൂതാട്ടം. ഇന്ത്യയിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന, ഇന്ത്യയിൽ വരുന്ന രക്ഷകർത്താക്കൾ ആകെ ഉത്കണ്ഠയായിരിക്കുന്ന ആ ഒരു ഓൺലൈൻ ചൂതാട്ടം നടക്കുന്നുണ്ട്. എത്ര എണ്ണം ആത്മഹത്യ ചെയ്യുന്നു, എത്ര എണ്ണം നശിക്കുന്നു. ആ ചൂതാട്ടത്തിനെതിരെ ബില്ല് പാസ്സാക്കിയപ്പോ ആ ബില്ലിനെ കൈയുയർത്തി പാസ്സാക്കാൻ ഇവർ തയ്യാറായില്ല, ബഹളം വയ്ക്കുകയായിരുന്നു. അപ്പൊ യഥാർത്ഥത്തില് ഈ നരേന്ദ്രമോദിയുടെ ഭരണം വലിയ ഭയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് വോട്ടർ പട്ടിക എന്ന് പറയും. വോട്ടർ പട്ടികയിൽ എന്ത് നടത്തുമെന്നാണ് പറയുന്നത്? ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരുടെ അസംബ്ലി മണ്ഡലങ്ങളിലെ എല്ലാ വോട്ടർ പട്ടികയും പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ മുഴുവൻ വോട്ടർ, ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നാലും വോട്ടർ പട്ടിക പ്രിന്റിങ് വരും, ഒരുപാട് മിസ്റ്റേക്കുകൾ വരും, ചിലത് ഇരട്ടിപ്പ് വരും, ചിലർ മരിച്ചതെന്ന് കാണും. ഇതെന്തോ പുട്ടിന് ആവി കണ്ടുപിടിച്ചെന്ന് പറയും ചിലർ. പുട്ടിന് ആവി കണ്ടുപിടിക്കുന്ന വലിയ ഒരു അത്ഭുതമാണെന്ന് പറയും. ഈ
അതുപോലെയാണ് ഇത് വോട്ടർ പട്ടിക ക്രമക്കേട് എന്ന് പറഞ്ഞിട്ട് സംഘടിതമായ പ്രചാരകരാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം BJP ജയിച്ചത്, നരേന്ദ്രമോദി ജയിച്ചത് കൃത്രിമത്തിലൂടെയാണെന്ന് വരുത്തണം. ആദ്യം വോട്ടിംഗ് മെഷീൻ കുഴപ്പമെന്ന് പറഞ്ഞു, ഇലക്ട്രിക് മെഷീൻ. അവസാനം അത് കുഴപ്പമില്ല, തെളിയിച്ച് കാണിച്ചു കൊടുത്തു. അതിന് പിന്നെ പറയാനില്ല. അതുപോലെ ബാലറ്റ് പേപ്പറിൽ ഇലക്ഷൻ നടന്ന ഇത്രയും മണ്ഡലങ്ങളുണ്ട്. ആ ബാലറ്റ് പേപ്പറിൽ ഇലക്ഷനിൽ BJP ആണ് ജയിച്ചത്. അപ്പൊ യഥാർത്ഥത്തില് ഈ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ നടത്താനുണ്ട്. ഈ നരേന്ദ്രമോദി ഈ പോക്ക് പോയാൽ, ഒരു തവണ ഇവിടെ BJP വന്നാൽ, ഈ നിയമങ്ങളെല്ലാം പാസ്സാക്കിയാൽ BJPക്ക് പിന്നെ ഭരണത്തിന്റെ ഫലമായി നല്ലൊരു അഴിമതിക്കാരെ, പ്രതിപക്ഷക്കാരെല്ലാം ജയിലിലാവും. ഒരു സംശയം വേണ്ട, അവരെല്ലാം ജയിലിലാവും. നരേന്ദ്രമോദിക്ക് ഒറ്റക്കാര്യത്തിൽ ദൃഢനിശ്ചയമുണ്ട്. അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി അഴിമതി നടത്തണ്ട, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് വേണ്ടി അഴിമതി നടത്തണ്ട. നരേന്ദ്രമോദി സന്ധിയില്ല. BJPക്കാർ അഴിമതി നടത്തിയാൽ പോലും നരേന്ദ്രമോദി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഓരോ BJPക്കാരെ പുറകിലും നരേന്ദ്രമോദി കണ്ണുണ്ട്. നരേന്ദ്രമോദി BJPയിലെ ആരെങ്കിലും ഏതെങ്കിലും വഴിതെറ്റി പോകുന്നുണ്ടോ, പണം സമ്പാദിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഭരണത്തെ ദുരുപയോഗം ചെയ്യുന്നു, പേടിയാണ്. BJPക്കാർക്ക് പേടിയാണ് നരേന്ദ്രമോദിയെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാരണവരില്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ് മറ്റു പല പാർട്ടികളും ഇന്ന് അനുഭവിക്കുന്നത്. മറ്റു പാർട്ടികളെല്ലാം പോയില്ലേ, മറ്റു പാർട്ടികൾ പരസ്പരം യുദ്ധമായില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ന് ചൈനയും പാകിസ്ഥാനും ഭരിക്കുമായിരുന്നു നമ്മളെ. ഇങ്ങനെ പോയി ഒരു അറ്റാക്ക് നടത്താനുള്ള നേതൃത്വം കൊടുക്കാനുള്ള ആജ്ഞാശക്തി രാഹുൽ ഗാന്ധിക്കുണ്ടോ? ഒന്ന് ഈ സ്വയം ആലോചിച്ച് നോക്കട്ടെ. അങ്ങനെ ഒരു നേതൃത്വ പാഠവും ഇപ്പൊ ഇങ്ങനെ വോട്ടർ പട്ടി എന്ന് പറഞ്ഞു നടക്കണല്ല. ഒരു പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ ചെയ്തികൾ വെച്ചിട്ട് ബദൽ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നല്ലൊരു പ്രസംഗം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ബദലായ ഒരു സമീപനം ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ബഹളം വയ്ക്കുന്നു, അതിന് കുറെ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. വിശേഷിച്ച് കേരളത്തിൽ ത്രൂഔട്ട് വോട്ടർ പട്ടിക വിഷയമൊക്കെ നാഷണൽ മീഡിയാസ് എല്ലാം അതിനെ അവഹേളിച്ച് അല്ലെങ്കിൽ അത് വേണ്ട എന്ന രീതിയിൽ വെച്ചപ്പോ കേരളത്തിലെ മാധ്യമങ്ങളാണ് അതിനെ ആഘോഷിച്ചത്. അല്ല, അവർക്ക് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തെ പിണറായി അല്ല കേരളത്തിൽ BJP വന്നു പോകുന്നൊരു ഭയമുണ്ട്. ഈ വടക്കേന്ത്യയിലേക്ക് വന്നതുപോലെ കേരളത്തിലും കൂടെ BJP, ദക്ഷിണേന്ത്യയിലും കൂടെ BJP വന്നാൽ ഇതിന്റെ എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചാവേർ പണി നടത്തുന്ന കുറെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇതെന്ത് നികൃഷ്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ സംഘടിതമായി CPM-ന് വേണ്ടി വിടിപണി ചെയ്ത് BJP-യെ മാറ്റി നിർത്തിയില്ലെങ്കിൽ കേരളവും കൂടെ BJP-യുടെ കൈകളിലേക്ക് വന്നാൽ ഈ ഇന്ത്യ രാജ്യത്ത് ഈ പ്രചാരവേല നടത്തിയ ആളുകൾക്കെല്ലാം കണക്ക് പറയേണ്ടി വരും.